വർഷങ്ങളായി ഇന്ത്യയിൽ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ ജീവനക്കാർക്ക് വലിയൊരു ആശ്വാസമായിരുന്ന പ്രൊവിഡന്റ് ഫണ്ട് പിൻവലിക്കൽ നിയമങ്ങളിൽ EPF സ്കീം 2026 വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. 1952 പഴയ പദ്ധതി പ്രകാരം ജോലി നഷ്ടപ്പെട്ട 2 മാസം കഴിയുമ്പോൾ മുഴുവൻ തുകയും പിൻവലിക്കാമായിരുന്നെങ്കിൽ പുതിയ നിയമപ്രകാരം തൊഴിലില്ലായ്മയുടെ തുടക്കത്തിൽ ആകെ ബാലൻസിന്റെ 75% വരെ മാത്രമേ ഉടനടി പിൻവലിക്കാൻ സാധിക്കൂ. ബാക്കിയുള്ള 25% തുക 12 മാസത്തെ തുടർച്ചയായ തൊഴിലില്ലായ്മ പൂർത്തിയാക്കിയാൽ മാത്രമേ പൂർണ്ണമായി പിൻവലിക്കാനാകൂ. ഇത് ജൂലൈ 8 പുറത്തിറങ്ങിയ ഗ്രാൻഡ് തോറട്ടൻ ഭാരത് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020യുടെ ഭാഗമായി തൊഴിൽ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഈ വലിയ പരിഷ്കരണത്തിൽ 15,000 രൂപയുടെ ശമ്പള പരിധി 12% വീതമുള്ള വിഹിതവും മാറ്റമില്ലാതെ തുടരുമെങ്കിലും പണം പിൻവലിക്കുന്നതിനുള്ള നയങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം ഭാഗികമായി പണം പിൻവലിച്ചാലും അക്കൗണ്ടിൽ കുറഞ്ഞത് 25% തുക ബാക്കിയുണ്ടായിരിക്കണം. കൂടാതെ മുൻകൂട്ടി പണം പിൻവലിക്കുന്നതിനുള്ള ആനുകൂല്യങ്ങൾ, ആവശ്യങ്ങൾ, ഭവന നിർമ്മാണം, പ്രത്യേക സാഹചര്യങ്ങൾ എന്നിങ്ങനെ 3ആയി ചുരുക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ വിദ്യാഭ്യാസത്തിന് പരമാവധി 10 തവണയും വിവാഹത്തിനും ഭവന നിർമ്മാണത്തിനും 5 തവണയും പ്രത്യേക സാഹചര്യങ്ങൾക്ക് വർഷത്തിൽ 2 തവണയും മാത്രമേ പണം പിൻവലിക്കാനാകൂ. ഓരോ തവണ ജോലി മാറുമ്പോഴും അംഗങ്ങൾ അക്കൗണ്ട് പൂർണ്ണമായി കാലിയാക്കുന്നത് തടയാനും അതുവഴി വിരമിക്കൽ കാലത്തേക്കുള്ള സമ്പാദ്യത്തിന്റെ കോമ്പൗണ്ടിംഗ് പലിശ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനുമാണ് EPFO ഈ കർശന നിയന്ത്രണം കൊണ്ടുവരുന്നത്. 25% തുക അക്കൗണ്ടിൽ നിർബന്ധമായി നിലനിർത്തുന്നതിലൂടെ 1 വർഷത്തിനുള്ളിൽ പുതിയ ജോലി ലഭിക്കുകയാണെങ്കിൽ ആ സമ്പാദ്യം തടസ്സമില്ലാതെ വീണ്ടും വളരാൻ സഹായിക്കും. ഈ പുതിയ സാഹചര്യത്തിൽ ചെറിയ കാലയളവിലേക്കുള്ള ആവശ്യങ്ങൾക്ക് 75% തുക മതിയായേക്കുമെങ്കിലും ദീർഘകാലത്തേക്ക് ജോലി ഇല്ലാതാകുന്നവർ 25% തുക 12 മാസത്തേക്ക് ലോക്ക് ചെയ്യപ്പെടുന്ന കാര്യം മറക്കരുത്. ഈ പുതിയ സാഹചര്യത്തിൽ ചെറിയ കാലയളവിലേക്കുള്ള ആവശ്യങ്ങൾക്ക് 75% തുക മതിയാകുമെങ്കിലും ദീർഘകാലത്തേക്ക് ജോലി ഇല്ലാതാകുന്നവർ 25% തുക 12 മാസത്തേക്ക് ലോക്ക് ചെയ്യപ്പെടുന്ന കാര്യം ഓർക്കണം. അതിനാൽ PF സമ്പാദ്യത്തെ മാത്രം ആശ്രയിക്കാതെ വ്യക്തിപരമായി ഒരു എമർജൻസി ഫണ്ട് കൂടി കരുതി വയ്ക്കുക.